കഴിഞ്ഞ രാത്രിയിലെ വിചിത്രമായ സംഭവങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്റ്റീവൻ ഗ്രാന്റിനെയാണ് എപ്പിസോഡ് 2 പിന്തുടരുന്നത്. മാർക്ക് സ്പെക്ടറിന്റെ ഒളിപ്പിച്ച സ്റ്റോറേജ് ലോക്കർ ആയുധങ്ങളും പാസ്പോർട്ടും കൊണ്ട് നിറച്ചതായി അയാൾ കണ്ടെത്തുന്നു. മാർക്ക് തന്റെ ശരീരം പങ്കിടുന്ന ഒരു കൂലിപ്പട്ടാളക്കാരനാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. സ്റ്റീവന്റെ പെരുമാറ്റത്തിൽ ഞെട്ടിപ്പോവുകയും ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്യുന്ന മാർക്കിന്റെ ഭാര്യ ലൈലയും സ്റ്റീവൻ കണ്ടുമുട്ടുന്നു. ഓർമ്മയില്ലെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അവൾ വിശ്വസിക്കുന്നില്ല. അതേസമയം ആർതർ ഹാരോ സ്റ്റീവനെ അഭിമുഖീകരിക്കുകയും ഖോൺഷുവിന്റെ മുൻ അവതാരമായിരുന്നു താനെന്നും ഇപ്പോൾ ആളുകൾ തെറ്റു ചെയ്യുന്നതിനു മുമ്പ് അവരെ വിധിക്കുന്ന ഒരു ദേവതയായ അമ്മിറ്റിനെ സേവിക്കുന്നുവെന്നും വിശദീകരിക്കുന്നു. ഹാരോ സ്റ്റീവനെ തന്റെ ലക്ഷ്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു അദൃശ്യനായ കുറുക്കനെ പോലെയുള്ള ജീവിയെ വിളിച്ചുവരുത്തുമ്പോൾ കാര്യങ്ങൾ അക്രമാസക്തമാകുന്നു. സ്റ്റീവൻ പരിഭ്രാന്തനാകുന്നു. പക്ഷേ ആദ്യമായി മൂൺ നൈറ്റ് സ്യൂട്ട് വിളിച്ചുവരുത്താൻ അയാൾക്ക് കഴിയും. ഒടുവിൽ മാർക്ക് നിയന്ത്രണം ഏറ്റെടുക്കുന്നു, രാക്ഷസനെ പരാജയപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന അപകടം കൈകാര്യം ചെയ്യാൻ മാർക്കിനെ അനുവദിക്കണമെന്ന് സ്റ്റീവനോട് പറയുന്നു.